ദേവപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. നമ്മുടെ പരമ്പരയായിട്ടുള്ള 108 ശിവാലയങ്ങളിലൂടെയുള്ള തീർത്ഥയാത്രയിൽ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ ഒരുപാട് കാലങ്ങളായി ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നു. അതേപോലെ തന്നെ യഥാർത്ഥമായ ഭഗവാന്റെ ഭാവം ഏതാണെന്ന് അറിയായിക മൂലം ജനങ്ങളുടെ ഇടയിൽ, വിശ്വാസികളുടെ ഇടയിൽ പോലും പല ദുരൂഹതകളും നിറഞ്ഞു നിൽക്കുന്ന ഭാവമാണ് ഭഗവാന്റേത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേത്രത്തെപ്പറ്റി വിശദമായ ഒരു വീഡിയോയ്ക്ക് മുമ്പ് ഭഗവാന്റെ കാര്യങ്ങളെപ്പറ്റി ഒരു ആമുഖം വേണമെന്ന് വിചാരിച്ചു. ആ ക്ഷേത്രമാണ് ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. വളരെ അപൂർവമായി മാത്രം കാണുന്ന ഭഗവാന്റെ ഭാവമാണ് അഘോരം. അഘോരമൂർത്തി രൂപത്തിലാണ് ഭഗവാനെ ഇവിടെ പ്രതിഷ്ഠിതമായിരിക്കുന്നത്. ഭഗവാൻ എണീറ്റ് നിൽക്കുന്ന ഭാവമാണ്. അതിൽ അഘോരം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് വിശിഷ്യ കേരളത്തിൽ, പല തെറ്റിദ്ധാരണകളും പറഞ്ഞു വരുത്തിയിട്ടുള്ളതാണ്. അഘോരം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഘോരമില്ലാത്തത് എന്നാണ്. ഭഗവാന്റെ ഘോരരഹിതമായ ഭാവമാണ് അവിടെയുള്ളത്, നടനഭാവമാണ്. ആ ഭഗവാന്റെ ദർശനത്തിലൂടെ തന്നെ സർവ്വബാധകളും മാറിപ്പോകുന്നതും സർവ്വ ഐശ്വര്യങ്ങൾ കിട്ടുന്നതും സർവ്വ രോഗങ്ങൾക്കും ശമനമുണ്ടാകുന്നതുമാണ്. അങ്ങനെയാണ് ഭഗവാന്റെ ഭാവം. ഏറ്റുമാനൂർ അമ്പലത്തിലേക്ക് നമ്മൾ പോകുന്നു.